ഒരു പതിറ്റാണ്ടായി ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ പാളിയ പദ്ധതികൾ പാഴായ കോടികൾ. വരുമോ പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാന പാതയ്ക്ക് ഒരു ശാപമോക്ഷം? പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ലോറി കയറി യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. പ്രധാന പ്രശ്നം റോഡിന്റെ ഒരു ദുർസ്ഥിതി തന്നെയാണ്. റോഡിലെ കുഴിയിൽപ്പെട്ട യുവാവ് മരിച്ച പാലക്കാട് പൊള്ളാച്ചി റോഡിൽ ജനകീയ സമിതി റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു. ഗതാഗത സ്തംഭനമുണ്ട്. സ്ഥിരം അപകടം. എന്താ നമ്മുടെ റോഡിന്റെ കിടപ്പ്? എത്ര പേര് മരിച്ചു കഴിഞ്ഞു? 13 പേര് മരിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ 50 ആൾ കൈ പോയി, കാല് പോയി. എന്തൊക്കെ അവസ്ഥ! 10 കൊല്ലമായിട്ട് ഈ റോഡ് ഇടുന്ന പണിയില്ല. റോഡ് പണി ചെയ്യുമോന്ന് അറിയില്ല. ഇലക്ഷൻ വരുമ്പോ ചെയ്യുമായിരിക്കുമോ? അതന്നെ 10 കൊല്ലം ആയല്ലോ. 10 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു. ഒരു അമ്മ മരിച്ചത് കണ്ടില്ല സ്കൂളിന്റെ അവിടെ. അങ്ങനെ ചതഞ്ഞ് അയ്യോ, കുഴിന്റെ അവസ്ഥ ഭയങ്കര മോശം. ഇലക്ഷൻ വരുമ്പോ അളന്നിട്ട് പോകും, പിന്നെ അതോടുകൂടി നിർത്തി. ഒരു ചോദ്യമുണ്ട്. 10 വർഷം മുമ്പ് ഈ റോഡ് എങ്ങനെയായിരുന്നു? 10 കൊല്ലമായിട്ട് റോഡില്ലാണ്ട് അവസ്ഥ ഭയങ്കര അവസ്ഥ. നമ്മൾക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര പ്രയാസമായിട്ടല്ലേ ഇരിക്കുന്നത്. ഒരു ബൈക്ക് 2 വീലറും കൂടി ഓട്ടാൻ പറ്റില്ല. ശരിക്കും അവസ്ഥ മോശമായിരുന്നു. 10 കൊല്ലത്തിന് മുമ്പ് വന്നിട്ട് റോഡ് ഈ മറ്റേ റബ്ബർ റോഡാണ് ഇട്ടത്. റബ്ബർ റോഡ് നന്നായിരുന്നു. 10 കൊല്ലം അതോടുകൂടി പിന്നെ കഴിഞ്ഞില്ല. പിന്നെ ആ റോഡിന്റെ തിരിഞ്ഞു നോക്കലില്ലല്ലോ, അതോടുകൂടി കഴിഞ്ഞില്ല. 10 കൊല്ലത്തിന് മുമ്പ് നല്ല നീറ്റായിട്ട് റബ്ബർ റോഡ് നല്ലപോലെ സൂപ്പറായിട്ടിട്ടുണ്ടായിരുന്നു. ഓർക്കണം, പൊലിയുന്നത് മനുഷ്യജീവനുകളാണ്. പാളിയ പദ്ധതികൾ പാഴായ കോടികൾ.